ഹായ് ഫ്രണ്ട്സ്, അടുത്ത ടോപ്പിക്ക് ലേറ്റ് ബൈൻഡിങ് ഓഫ് മെഷീൻ കോഡാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു കമ്പൈലേഷൻ ചെയ്യുന്നു, ഒരു പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു. ഓക്കെ, ആ പ്രോഗ്രാമിനെ നമ്മൾ ഒരു തവണ കമ്പൈൽ ചെയ്ത് ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റിയതിന് ശേഷം അതിനെ പിന്നെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യുവാണ് നോർമലി ചെയ്യുന്നത്. ഓക്കെ, സോ കമ്പൈലേഷൻ ഈസ് വൺ ടൈം ആക്ടിവിറ്റി ഡിഫറെൻറ്റ് ഫ്രം പ്രോഗ്രാം എക്സിക്യൂഷൻ. പക്ഷേ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ടോ അത്രയും തവണ നമ്മൾ ഇങ്ങനെ എക്സിക്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു തവണ കമ്പൈൽ ചെയ്ത് ഒബ്ജക്റ്റ് കോഡാക്കി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് കോഡ് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ റൺ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ കമ്പൈലർ പ്രൊഡ്യൂസസ് എ ടാർഗറ്റ് പ്രോഗ്രാം ടിപ്പിക്കലി ഇൻ മെഷീൻ ലാംഗ്വേജ് വിച്ച് ക്യാൻ സബ്സിക്വൻ്റ്ലി ബി എക്സിക്യൂട്ടഡ് മെനി ടൈംസ് ഫോർ ഡിഫറെൻറ്റ് ഇൻപുട്സ്. ഓക്കെ, അപ്പോൾ പല ഇൻപുട്ടിന് നമുക്ക് എത്ര തവണ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. ചില എൻവയോൺമെൻറ്റ്സിലാണെങ്കിൽ കമ്പൈലേഷനും എക്സിക്യൂഷനും രണ്ടും ഒരേ സമയത്ത് തന്നെയായിരിക്കും നടത്തുന്നത്. മിക്കവാറും ഉള്ള സിസ്റ്റംസിലല്ല, ഒരുപാട് സിസ്റ്റംസിൽ നമ്മൾ നോർമലി ഒരു പ്രോഗ്രാമിൻ്റെ ബൈൻഡിങ്, അതിൻ്റെ മെഷീൻ കോഡുമായിട്ടുള്ള ബൈൻഡിങ് ഡിലേ ചെയ്യിപ്പിക്കാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ലേറ്റ് ബൈൻഡിങ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ ആൻഡ് ഡൈനാമിക് ബൈൻഡിങ്, ബൈനറി ട്രാൻസ്ലേഷൻ, ബൈനറി റീറൈറ്റിങ്, മൊബൈൽ കോഡ്സ്, സാൻഡ് ബോക്സിങ്, ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ നോർമലി ലേറ്റ് ബൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കമ്പൈൽ ചെയ്ത ഉടനെ ആയിരിക്കില്ല ചിലപ്പം ഈ ഒരു ബൈൻഡിങ് പ്രോസസ്സ് നടക്കുന്നത്. സോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അതെങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ മെഷീൻ കോഡ് ലേറ്റ് ബൈൻഡിങ്ങിലേക്ക് പോകുന്നത് എന്തിനാണ് എന്നുള്ളത്. ചില ലാംഗ്വേജ് സിസ്റ്റംസിലാണെങ്കിൽ പുതിയ പീസസ് ഓഫ് പ്രോഗ്രാംസിനെയോ അല്ലെങ്കിൽ ഓൾഡ് പീസസിനെ റീകമ്പൈൽ ചെയ്യുകയോ ചെയ്യുന്നത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ബിഗിൻ ചെയ്തതിന് ശേഷമായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ ചില ലാംഗ്വേജസിലാണെങ്കിൽ പ്രോഗ്രാം കമ്പോണൻസിനെ ഡൗൺലോഡ് ചെയ്ത് റിമോട്ട് ലൊക്കേഷൻസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് കമ്പൈലേഷൻ നടത്താനൊക്കെ. അപ്പം നമ്മൾ ത്രൂ നെറ്റൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കമ്പൈലേഷനും എക്സിക്യൂഷനും എല്ലാം നടക്കുന്നത്. ഓക്കെ, ബൈനറി ട്രാൻസ്ലേഷൻ ആൻഡ് ബൈനറി റീറൈറ്റിംഗ് സിസ്റ്റംസിലാണെങ്കിൽ കമ്പൈലർ ലൈക്ക് ഓപ്പറേഷൻസ് എല്ലാം പ്രോഗ്രാംസിൻ്റെ സോഴ്സ് കോഡ് ആക്സസ് ചെയ്യാതെ തന്നെയാണ് അവിടുത്തെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ജാവ പ്രോഗ്രാമിൻ്റെ കേസിലാണെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷനാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ തവണ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തും അവിടെ ആ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. ഈ സോഴ്സ് പ്രോഗ്രാമിനെ ഇൻ്റർമീഡിയറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ദെൻ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് ഓരോ തവണ റൺ ചെയ്യുന്ന സമയത്തും ആ ഒരു ജസ്റ്റ് ഇൻ കമ്പൈലേഷൻ പ്രോസസ്സ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ജാവ ലാംഗ്വേജിൻ്റെ സൺ മൈക്രോ സിസ്റ്റംസ് ആണ് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈറ്റ് വൺസ് റൺ എനിവെയർ എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ജാവ പ്രോഗ്രാംസ് നമുക്ക് ഏത് വൈഡ് റേഞ്ചിലുള്ള പ്ലാറ്റ്ഫോംസിൽ വേണമെങ്കിലും നമുക്ക് ജാവ ബൈറ്റ് കോഡ് യൂസ് ചെയ്ത് റൺ ചെയ്യിപ്പിക്കാനുള്ള പ്രൊവിഷനുണ്ട്. ബൈറ്റ് കോഡ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് വിത്തൗട്ട് അഡീഷണൽ പ്രീ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബൈറ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. സോ ജസ്റ്റ് ഇൻ കമ്പൈലേഷൻ ഈസ് എ ടെക്നിക് ടു റീറ്റെയിൻ ദ പോർട്ടബിലിറ്റി ഓഫ് ബൈറ്റ് കോഡ് വൈൽ ഇംപ്രൂവിങ് എക്സിക്യൂഷൻ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു പ്രോഗ്രാമിൻ്റെ പോർട്ടബിലിറ്റി റീറ്റെയിൻ ചെയ്യാൻ കൂടെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പൈലേഷനെയാണ് നമ്മൾ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ translates a source program or intermediate form into machine language immediately before each separate run of the program. അപ്പോൾ നമ്മൾ ഓരോ തവണ റൺ ചെയ്യാൻ പറയുമ്പോഴും ഈ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നോർമലി ഒരു ജാവ ബൈറ്റ് കോഡ് നമുക്കുണ്ട്. ആ ജാവ ബൈറ്റ് കോഡ് ജിറ്റ് കമ്പൈലർ ഇല്ലാത്ത ജാവ റൺ ടൈം എൻവയോൺമെൻറ്റിലാണെങ്കിൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ജിറ്റ് കമ്പൈലറിൻ്റെ വെച്ചിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് കമ്പൈൽഡ് നേറ്റീവ് ആപ്ലിക്കേഷനാക്കി കൺവേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മുടെ ലോക്കൽ മെഷീനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റൺ ചെയ്യിപ്പിക്കുന്നത്. അതേസമയം സക്സസീവ് യൂസാണ് വരുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു കമ്പൈലേഷൻ നമ്മൾ മാറ്റിവിടും. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു ബൈറ്റ് കോഡ് ഓൾറെഡി ജനറേറ്റഡ് ആയിരിക്കും. ആ ബൈറ്റ് കോഡിനെ ഡയറക്റ്റ്ലി എടുത്ത് റൺ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്, ലോക്കൽ മെഷീനിൽ റൺ ചെയ്യിപ്പിക്കും. ഇനി ജിറ്റ് കമ്പൈലർ ഉള്ള JVM ഇൻ്റർപ്രറ്ററിലാണെങ്കിൽ ബൈറ്റ് കോഡ് ലൈൻ ബൈ ലൈനായിട്ടാണ്
കമ്പൈലേഷൻ നടക്കുന്നത്. ഇപ്പോൾ ജാവ ബൈറ്റ് കോഡ് ഉണ്ട്. ജാവ ബൈറ്റ് കോഡിനെ JVM ഇൻ്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ വീണ്ടും കമ്പൈൽ ചെയ്യുന്നു, അതിനെ ലോക്കൽ മെഷീനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ തവണയും നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യുന്നു, അതിനെ ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നേറ്റീവ് ആപ്ലിക്കേഷനായിട്ട് മാറ്റിയതിന് ശേഷം ലോക്കൽ മെഷീനിൽ വെച്ച് റൺ ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഒരു തവണ മാത്രമാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ ഇവിടെ JREയുടെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ എന്ന് പറയുന്നത്. ജാവ റൺ ടൈം എൻവയോൺമെൻറ്റിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ. എപ്പോഴും പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ എയിം ചെയ്തുകൊണ്ടാണ് ജിറ്റ് കമ്പൈലർ വർക്ക് ചെയ്യുന്നത്. സോ യൂസ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ഇൻ്റർപ്രറ്ററിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് കമ്പൈൽസ് എൻ്റയർ ബൈറ്റ് കോഡ് ആൻഡ് ചേഞ്ചസ് ഇറ്റ് ടു നേറ്റീവ് കോഡ്. ഫുൾ ബൈറ്റ് കോഡിനെ ഒരുമിച്ച് കമ്പൈൽ ചെയ്തിട്ട് അതിനെ നേറ്റീവ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വെനെവർ ഇൻ്റർപ്രറ്റേഴ്സ് ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് കോഡ്സ് വരുവാണെങ്കിൽ ജിറ്റ് പ്രൊവൈഡ്സ് ഡയറക്റ്റ് നേറ്റീവ് കോഡ് ഫോർ ദ പാർട്ട്. സോ റീഇൻ്റർപ്രിട്ടേഷൻ ഈസ് നോട്ട് റിക്വേർഡ്. ദസ് എഫിഷ്യൻസി ഈസ് ഇംപ്രൂവ്ഡ്. അങ്ങനെയാണ് ഇതിനകത്ത് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി റൺ ചെയ്ത പാർട്ട് നേറ്റീവ് കോഡ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പിന്നെ ചെയ്യുന്നില്ല, പകരം ഓൾറെഡി വെച്ചിരിക്കുന്ന ആ പോർഷൻ തന്നെ എടുത്ത് റൺ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ജിറ്റ് സിസ്റ്റം കമ്പൈൽസ് പ്രോഗ്രാംസ് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു എക്സിക്യൂഷൻ. ജിറ്റ് കമ്പൈലർ ഉണ്ട് എങ്കിൽ നമ്മുടെ എക്സിക്യൂഷന് തൊട്ട് മുന്നേ ആയിരിക്കും അവിടെ ആ കമ്പൈലേഷൻ നടക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് ജിറ്റ് കമ്പൈലേഷൻ ഈസ് ടിപ്പിക്കലി ലെസൻഡ് ബൈ ദി എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഏർലിയർ സോഴ്സ് ടു ബൈറ്റ് കോഡ് കമ്പൈലർ ജാവ ബൈറ്റ് കോഡ് JBC ജാവ ബൈറ്റ് കോഡ് കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് നോർമലി ഉള്ള ഇതിനെ അപേക്ഷിച്ച് ജിറ്റ് കമ്പൈലേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഈ ജാവ ബൈറ്റ് കോഡ് കമ്പൈലേഷനേക്കാളും കോസ്റ്റ് കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ജിറ്റ് കമ്പൈലേഷൻ ഓൾസോ ബെനിഫിറ്റ്സ് ഫ്രം ദ ഡിലേഡ് ഡിസ്കവറി ഓഫ് പ്രോഗ്രാം കമ്പോണൻറ്റ്സ് ലൈക്ക് ലൈബ്രറീസ്. അപ്പോൾ ജിറ്റ് കമ്പൈലേഷൻ കൊണ്ടുള്ള പ്രധാന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈൻഡിങ് ലേറ്റായിട്ട് വരുന്നത് കാരണം നമുക്ക് പ്രോഗ്രാം കമ്പോണൻസിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ബൈൻഡ് ചെയ്ത് എടുക്കാനുള്ള, അല്ലെങ്കിൽ ലൈബ്രറീസ് പോലെയുള്ളത് നമുക്ക് കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്യാനുള്ള പ്രൊവിഷനാണ് ജിറ്റ് കമ്പൈലേഷൻ നമുക്ക് തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നോർമലി ഉള്ള നെറ്റ് വഴിയുള്ള നമ്മുടെ എക്സിക്യൂഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ആ ഒരു രീതിയിലാണ്. ഓക്കെ, ദെൻ ഇനി ഇതെല്ലാം ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ജിറ്റ് കമ്പൈലേഷൻ നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഡൈനാമിക് കമ്പൈലേഷനാണ്. ചില കേസസിലാണെങ്കിൽ ജിറ്റ് കമ്പൈലേഷൻ ഡിലേ ചെയ്യിപ്പിക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ഓർ ബൈറ്റ് കോഡ് വാസ് നോട്ട് ക്രിയേറ്റഡ് ഓർ ഡിസ്കവേർഡ് അൺടിൽ റൺ ടൈം ആവുന്നത് വരെയും നമുക്ക് സോഴ്സ് കോഡ് അല്ലെങ്കിൽ ബൈറ്റ് കോഡ് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ബൈൻഡിങ് പിന്നത്തേന് മാറ്റി വെക്കണം, ജിറ്റ് കമ്പൈലേഷൻ ഡിലേ ചെയ്യിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് എക്സിക്യൂഷൻ ടൈമിൽ ഗ്യാദർ ചെയ്യുന്ന ഡേറ്റയും ഇൻഫർമേഷനും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒപ്റ്റിമൈസേഷൻ്റെ കേസിൽ നമ്മൾ ജിറ്റ് കമ്പൈലേഷൻ ഡിലേ ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഇൻ ദീസ് കേസസ് വി സേ ദ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ എംപ്ലോയ്സ് ഡൈനാമിക് കമ്പൈലേഷൻ. ഇപ്പോൾ ഈ രണ്ട് കേസിൽ ഇങ്ങനെ ഡിലേ വരുത്തുന്ന കേസിലാണ് ഈ ഡിലേ വരുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് കമ്പൈലേഷൻ എന്ന് പറയുന്നത്. കോമൺ ലിസ്പ് സിസ്റ്റംസിലൊക്കെ ആണെങ്കിൽ ഡൈനാമിക് കമ്പൈലേഷനാണ് കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ദ ലാംഗ്വേജ് ഇസ് ടിപ്പിക്കലി കമ്പൈൽഡ് ബട്ട് എ പ്രോഗ്രാം ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ് സെൽഫ് അറ്റ് റൺ ടൈം. ലാംഗ്വേജ് അതിൻ്റെ ആവശ്യമായിട്ടുള്ള കോഡ് കമ്പൈൽ ചെയ്യും, പക്ഷേ പ്രോഗ്രാമിന് വേണമെങ്കിൽ അതിൻ്റെ ബൈൻഡിങ് റൺ ടൈം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ഡൈനാമിക് കമ്പൈലർ ക്യാൻ ഐഡൻറ്റിഫൈ ഹോട്ട് പാത്ത്സ്. ഡൈനാമിക് കമ്പൈലർ യൂസ് ചെയ്ത് നമുക്ക് ഹോട്ട് പാത്ത്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ഓപ്പണായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കോഡ് പാത്തിന്, സീക്വൻസ് ഓഫ് കോഡിനെയാണ് നമ്മൾ ഹോട്ട് പാത്ത് എന്ന് പറയുന്നത്. സോ ത്രൂ ദ കോഡ് അങ്ങനെ ഉള്ള പാത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ അതിനെ ബാക്ക്ഗ്രൗണ്ടിൽ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് ഈ ഒരു ഡൈനാമിക് കമ്പൈലേഷനിൽ കിട്ടുന്നു. സോ ബൈ റീഅറേഞ്ചിങ് ദ കോഡ്. അപ്പുറത്തുണ്ടോ എനിക്ക് കൃത്യം അറിയില്ല.
സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ ഹോട്ട് പാത്സിനെ കണ്ടിജിയസ് മെമ്മറിയിലേക്ക് മാറ്റിയിട്ട് ആ ഇൻസ്ട്രക്ഷൻ ക്യാഷിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ഈ ലേറ്റ് ബൈൻഡിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്, ഡൈനാമിക് കമ്പൈലേഷനിലൂടെ ചെയ്യുന്നത്. സോ ഇതിനൊരു എക്സാമ്പിളാണ് ഹോട്ട്സ്പോട്ട് ജാവ കമ്പൈലർ എന്ന് പറയുന്നത്. ടേക്സ് ഇറ്റ്സ് നെയിം ഫ്രം ഇറ്റ്സ് യൂസ് ഓഫ് ഡൈനാമിക് കമ്പൈലേഷൻ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ഹോട്ട് കോഡ് പാത്ത്. അപ്പോൾ ഇവിടെയും നമ്മൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നത് ഹോട്ട് കോഡ് പാത്തിൻ്റെ പെർഫോമൻസ് കൂട്ടുന്നതിലൂടെയാണ്, അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ ഡൈനാമിക് കമ്പൈലേഷൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി കോൺഫിഗർഡ് ടു ഓപ്പറേറ്റ് ഇൻ എയ്തർ ക്ലയൻറ്റ് ഓർ സെർവർ മോഡ്. നമുക്ക് ക്ലയൻറ്റ് മോഡിലും സെർവർ മോഡിലും കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡൈനാമിക് കമ്പൈലേഷൻ യൂസ് ചെയ്യുന്ന ഹോട്ട്സ്പോട്ട് ജാവ കമ്പൈലർ. ദെൻ ഇതിൻ്റെ ക്ലയൻറ്റ് മോഡ് എന്ന് പറയുന്നത് ലോവർ സ്റ്റാർട്ടപ്പ് ലേറ്റൻസിക്ക് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. സെർവർ മോഡാണെങ്കിൽ അത് ഫാസ്റ്റർ കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഈ രണ്ട് രീതിയിലുള്ള ഒപ്റ്റിമൈസേഷൻ ആയിരിക്കും ഈ രണ്ട് മോഡിലും നടക്കുന്നത്. ദെൻ മൈക്രോ പ്രോസസ്സറിൻ്റെ CIL, നമ്മുടെ കോമൺ ഇൻഫ്രാസ്ട്രക്ചർ ലാംഗ്വേജ് അല്ലേ, ആ ഇതെന്ന് പറഞ്ഞാൽ ടു മേക്ക് മെഷീൻ കോഡ് കമ്പൈലർ പെർഫോംസ് ഡൈനാമിക് ഒപ്റ്റിമൈസേഷൻ ഓഫ് ഹോട്ട് കോഡ് പാർട്സ്. ഇപ്പം ജാവയുടെ കേസാണ് നമ്മൾ ഈ പറഞ്ഞ ഹോട്ട്സ്പോട്ട് ജാവ കമ്പൈലർ. അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ CIL ടു മെഷീൻ കോഡ് കമ്പൈലറുണ്ട്. അതും ഇതുപോലെ ഡൈനാമിക് ഒപ്റ്റിമൈസേഷൻ, ഹോട്ട് കോഡ് പാർട്സിൻ്റെ ഡൈനാമിക് ഒപ്റ്റിമൈസേഷനാണ് ചെയ്യുന്നത്. പിന്നെ .NETൻ്റെ സോഴ്സ് ടു CIL കമ്പൈലേഴ്സ് ഉണ്ട്. അതും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ system.code.compiler API യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ കമ്പൈലേഷൻ അലോ ചെയ്യുന്നത്. ദെൻ കോമൺ ലാംഗ്വേജ് റൺ ടൈം ഉണ്ട്, CLR. അതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച വിർച്വൽ മെഷീനാണ് .NET ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ടുള്ളത്. സോ അപ്പോൾ അത് നമ്മുടെ .NET പ്രോഗ്രാംസിൻ്റെ എക്സിക്യൂഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ CLR ആണ് ഡൈനാമിക് കമ്പൈലേഷനിൽ യൂസ് ചെയ്യുന്നത്. ദെൻ a program running on the CLR can directly invoke the compiler to translate C# into CIL/PE assemblies. Project assemblies ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ CLR can directly invoke the compiler. These can be loaded into the running program. എന്നിട്ട് ഇതിനെ നമ്മൾ ഈ അസംബ്ലീസ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ നമ്മൾ റണ്ണിങ് പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അസംബ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പാക്കേജ് പോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ എടുത്ത് നമ്മൾ നമ്മുടെ റണ്ണിങ് പ്രോഗ്രാമിലേക്ക് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ CLR തരുന്നുണ്ട്. ആസ് ദേ ആർ ലോഡഡ് ദ CLR ജിറ്റ് കമ്പൈലർ ട്രാൻസ്ലേറ്റ്സ് ദം ടു മെഷീൻ കോഡ്. എന്നിട്ട് ആ പാക്കേജസ് നമ്മൾ ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്തുള്ള ജിറ്റ് കമ്പൈലർ അതിനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഡൈനാമിക് ബൈൻഡിങ് നടത്തുന്നത്. ദെൻ ഇനി ബൈനറി ട്രാൻസ്ലേഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് കോഡിനെ റീകമ്പൈൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് അലോസ് ഓൾറെഡി കമ്പൈൽഡ് പ്രോഗ്രാംസ് ടു ബി റൺ ഓൺ എ മെഷീൻ വിത്ത് എ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബൈനറി ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി കമ്പൈൽ ചെയ്ത പ്രോഗ്രാംസിനെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സെറ്റ് ആർക്കിടെക്ചറുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറുള്ള മെഷീനിലേക്ക് റൺ ചെയ്യിപ്പിക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഇത് തരുന്നുണ്ട്. സോ ഇതിൽ നിന്നുള്ള ഒരു പ്രിൻസിപ്പൽ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇൻഫർമേഷനാണ്. നമ്മൾ ഈ ഒറിജിനൽ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലോസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ബൈനറി ട്രാൻസ്ലേഷൻ്റെ. ഇതിൻ്റെ എക്സാമ്പിളാണ് ആപ്പിൾസ് റൊസെറ്റ സിസ്റ്റം. ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാംസ് കമ്പൈൽഡ് ഫോർ ഓൾഡർ പവർ PC ബേസ്ഡ് മാക്കിൻടോഷ് കമ്പ്യൂട്ടേഴ്സ് ടു റൺ ഓൺ ന്യൂവർ x86 ബേസ്ഡ് മാക്സ്. അപ്പോൾ പഴയ മാക് കമ്പ്യൂട്ടറുകളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാംസ് തന്നെ നമുക്ക് പുതിയ വേർഷൻസിലേക്ക് റൺ ചെയ്യിപ്പിക്കാനുള്ള പ്രൊവിഷൻ തരുന്ന ഒരു സിസ്റ്റമാണ് ആപ്പിൾസ് റൊസെറ്റ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ലേറ്റ് ബൈൻഡിങ് പ്രോസസ്സാണ് ബൈനറി റീറൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ടു മോഡിഫൈ എക്സിസ്റ്റിംഗ് എക്സിക്യൂട്ടബിൾ കോഡ്. എക്സിക്യൂട്ടബിൾ കോഡിനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സിക്യൂട്ടബിൾ കോഡിനെ മോഡിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ബൈനറി റീറൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് പ്രൊഫൈലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഈച്ച് സബ് റൂട്ടീൻ ഈസ് കോൾഡ് ഓർ ദ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഈച്ച് ലൂപ്പ് ഐറ്ററേറ്റ്സ്. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ബൈനറി റീറൈറ്റിംഗ് പെർഫോം ചെയ്യുന്നത്. സോ ഇറ്റ് സിമുലേറ്റ്സ് ന്യൂ ആർക്കിടെക്ചർ. പുതിയ ആർക്കിടെക്ചേഴ്സിനെ സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലേറ്റ് ബൈൻഡിംഗ് ആണ് ബൈനറി റീറൈറ്റിംഗിൽ ചെയ്യുന്നത്. സോ ഇറ്റ് ഇവാലുവേറ്റ്സ് ദ കവറേജ് ഓഫ് ടെസ്റ്റ് സ്യൂട്ട്സ് ഓർ ഇംപ്ലിമെൻറ്റ് മോഡൽ ചെക്കിംഗ്. ഇതെല്ലാം നമ്മൾ ഈ ഒരു ബൈനറി റീറൈറ്റിങ്ങിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഓഡിറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് എ കമ്പൈലേഴ്സ് ഒപ്റ്റിമൈസേഷൻ. കമ്പൈലറിൻ്റെ ഒപ്റ്റിമൈസേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഓഡിറ്റിംഗ് അവിടെ ചെയ്യുന്നുണ്ട്.
ദെൻ അതിൻ്റെ ഡൈനാമിക് സിമാൻറ്റിക് ചെക്സ് അതെല്ലാം തന്നെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻസേർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ബൈനറി റീറൈറ്റിംഗ് യൂസ് ചെയ്യുന്നത്. സാൻഡ് ബോക്സ് പോലുള്ള അൺട്രസ്റ്റഡ് കോഡ് പെർമിറ്റ്സ് എ സേഫ് എക്സിക്യൂഷൻ ഇൻ സെയിം അഡ്രസ് സ്പേസ് ആസ് ആപ്ലിക്കേഷൻ. നമുക്കൊരു ആപ്ലിക്കേഷൻ ആക്കിയിട്ട് സേഫ് എക്സിക്യൂഷൻ പെർമിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ബൈനറി റീറൈറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ മൊബൈൽ കോഡുണ്ട്. മൊബൈൽ കോഡ് എന്ന് പറയുന്നത് പോർട്ടബിലിറ്റിയുടെ കേസിലാണ് വരുന്നത്. നമുക്ക് ലേറ്റ് ബൈൻഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് പോർട്ടബിലിറ്റിയാണ്. സോ ഒരു സിസ്റ്റത്തിൽ ഒരു മെഷീൻ ആർക്കിടെക്ചറിൽ കമ്പൈൽ ചെയ്ത കോഡിനെ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്ത ഒരു പ്രോഗ്രാമിനെ നമുക്ക് ജനറലി മറ്റേതൊരു ഇതിലേക്കും ഒരു ഡിപ്പെൻഡൻസി ഇല്ലാതെ റൺ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ മൊബൈൽ കോഡ് ക്യാരീസ് എ വെറൈറ്റി ഓഫ് റിസ്ക്. ഒരുപാട് റിസ്ക്കുകൾ വരുന്നതാണ് മൊബൈൽ കോഡ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് നമുക്ക് ആക്സസ് ആൻഡ് റിവീൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, അതായത് സ്പൈവെയർ വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ ആഡ്വെയർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇറ്റ് ഇൻ്റർഫേസ് ദ നോർമൽ യൂസ് ഓഫ് ദ കമ്പ്യൂട്ടർ ഇൻ അനോയിങ് വെയ്സ്. അങ്ങനെയുള്ള ആ ഒരു പ്രോഗ്രാംസിനെയാണ് നമ്മൾ ആഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ബാധിക്കാൻ ചാൻസ് ഉള്ള ഒരു കോഡാണ് മൊബൈൽ കോഡ് എന്ന് പറയുന്നത്. It may damage existing programs or data or save copies of itself that run without the user's intent. യൂസറുടെ ഇൻറ്റൻറ്റ് ഇല്ലാതെ തന്നെ ഡേറ്റ എക്സിസ്റ്റിംഗ് പ്രോഗ്രാംസിൻ്റെ ഡേറ്റയെ ഡാമേജ് ചെയ്യാനോ അതിൻ്റെ കോപ്പീസ് എടുക്കാനോ ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ടുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ മൊബൈൽ കോഡ് ലേറ്റ് ബൈൻഡിങ് ചെയ്യാനായിട്ട്. ദെൻ സാൻഡ് ബോക്സ് ആണ്. സാൻഡ് ബോക്സിൻ്റെ കേസിൽ നിന്ന് ഫോർ കോഡ് ടു ബി മൊബൈൽ ഇറ്റ് മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ഇൻ സം സോർട്ട് ഓഫ് സാൻഡ് ബോക്സ്. സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറിക്കുള്ളിൽ നമ്മൾ കോഡ് എക്സിക്യൂഷൻ നടത്തുന്നതിനെയാണ് സാൻഡ് ബോക്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ ഒരു മൊബൈലിൻ്റെയൊക്കെ കേസിൽ മൊബൈൽ കോഡ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് അതെന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് വേണം അത് റൺ ചെയ്യിപ്പിക്കാനായിട്ട്. സോ സാൻഡ് ബോക്സ് മെക്കാനിസംസ് ലൈ അറ്റ് ദി ബൗണ്ടറി ബിറ്റ്വീൻ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷനും ഇടയിലുള്ള ഒരു ബൗണ്ടറി ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് മേക്സ് യൂസ് ഓഫ് ചൈൽഡ് പ്രോസസ്സസ് ആസ് എ സെക്യൂരിറ്റി ബൗണ്ടറി. ചൈൽഡ് പ്രോസസ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെയാണ് സെക്യൂരിറ്റി ബൗണ്ടറീസ് ആയിട്ട് മാറ്റുന്നത്. So sandboxing is a software management strategy that isolates applications from critical system resources and other programs. Critical system resourcesനെയും അതർ പ്രോഗ്രാംസിനെയൊക്കെ ഐസൊലേറ്റ് ചെയ്ത് ആ സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് സാൻഡ് ബോക്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാൻഡ് ബോക്സ് ഇല്ലാതെ വിത്തൗട്ട് സാൻഡ് ബോക്സ് an application may have unrestricted access to all system resources and user data on a computer. ഇപ്പം സാൻഡ് ബോക്സിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ റെസ്ട്രിക്റ്റഡ് അല്ലാത്ത ആക്സസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസസിൽ ചിലപ്പോൾ റിസോഴ്സസ് അവൈലബിൾ ആവാതിരിക്കാനോ റിസോഴ്സസിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ നടക്കാതിരിക്കാനോ ഒക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റാനാണ് നമ്മൾ നോർമലി സാൻഡ് ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സാൻഡ് ബോക്സിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇതെല്ലാമാണ് ഈ ലേറ്റ് ബൈൻഡിങ് ഓഫ് മെഷീൻ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ഓരോരോ രീതിയിലുള്ള ആ ഒരു ലേറ്റ് ബൈൻഡിങ് പല പല രീതിയിൽ ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.